പി ജോണിലേക്ക് കൂടി വരുന്നു. സി പി ജോൺ, ബഡ്ജറ്റിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ടുള്ള യുദ്ധപ്രഖ്യാപനം എന്ന നിലയ്ക്കാണോ ഈ ബഡ്ജറ്റിനെ നമ്മൾ കാണേണ്ടത്? ഇതാദ്യമായിട്ടല്ല, നരേന്ദ്രമോദി സർക്കാരിൻ്റെ തുടർച്ചയായിട്ടുള്ള ബഡ്ജറ്റുകളിൽ നമുക്കത് കാണാം. കഴിഞ്ഞ ഇന്ത്യൻ ബഡ്ജറ്റ് വരുന്ന സമയത്ത് ആന്ധ്രാപ്രദേശിനും ബീഹാറിനുമാണ് വാരിക്കോരി കൊടുത്തത്. അതൊരു കൂട്ടുകക്ഷി സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വം, ഒരു ധനകാര്യ റെസ്പോൺസിബിലിറ്റി എന്ന നിലയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെ കേരളത്തെ പീനലൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ നേട്ടങ്ങൾ പിന്നോട്ടടിക്കപ്പെടില്ലേ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നമ്മൾ എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഫണ്ട് കണ്ടെത്തുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫണ്ട് കണ്ടെത്തുക? കേരളത്തിൽ ഇപ്പോൾ നോക്കൂ, ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പല പദ്ധതികളും ഇതിനകം തന്നെ കേരളം നടപ്പാക്കി കഴിഞ്ഞതാണ്. ഇൻ്റർനെറ്റ് സമ്പൂർണ്ണമാക്കുക, പ്രൈമറി തലത്തിൽ കേരളത്തിൽ സമ്പൂർണ്ണമാക്കിയപ്പോഴാണ് ഹയർ സെക്കൻഡറി തലത്തിൽ കേന്ദ്രം പദ്ധതി ഇടുന്നത്. അതേപോലെ ഒട്ടേറെ പദ്ധതികൾ കേരളം നടപ്പിലാക്കി കഴിഞ്ഞവയ്ക്ക് കേന്ദ്രം അനുമതി നൽകുന്നു. ഇതിൻ്റെ ഒന്നും ആനുകൂല്യം കേരളത്തിന് കിട്ടില്ലല്ലോ സി പി ജോൺ. ഇതിൽ ഞാൻ 1, 2, 3 ആയിട്ട് പറയാം. ഒന്ന്, ജോർജ് കുര്യൻ പറഞ്ഞത് ഭയങ്കരമായി തെറ്റാണ്. അപ്പോളജൈസ് ചെയ്യണമെന്നൊന്നും ഞാൻ പൊതുവെ ആരോടും പറയാറില്ല, അത് പിൻവലിക്കണം. പക്ഷേ അതിനേക്കാളും ഭയങ്കര ഒരു വിഷയം നിങ്ങൾ ചർച്ച ചെയ്യാത്തത് നമ്മുടെ സുരേഷ് ഗോപിയുടെ വിടുവായത്വമാണ്. അത് കറകളഞ്ഞ റേസിസമാണ്. അല്ല, അതൊരു വിഡ്ഢിത്തം അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. കഴിഞ്ഞ മണിക്കൂറിൽ 1 മണിക്കൂർ പൂർണ്ണമായും ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതുകൊണ്ടാണ് ആ വിഷയം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ ആയിരിക്കാം. അതെ, ഞാൻ പോണില്ല, അതിലേക്ക് ഞാൻ പോണില്ല. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഒരു ഗവർണൻസ് മോഡിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഈ ബജറ്റ് പ്രസംഗം എന്നുള്ളത്, ബജറ്റിൻ്റെ ഒരു ചെറിയ ഐസിങ് ഓഫ് ദ കേക്കാണ്. ബജറ്റ് എന്ന് പറയുന്ന വലിയൊരു കേക്കുണ്ട്, അതിനുള്ള ഐസിങ് മാത്രമാണ് ഈ പ്രസംഗം. ആ പ്രസംഗത്തിൽ എല്ലാ കാര്യം പറയണമെന്നില്ല. അതിപ്പോൾ നിർമ്മല സീതാരാമൻ്റെ പ്രസംഗമല്ല, ബാലഗോപാലിൻ്റെ പ്രസംഗമായാലും ആരുടെ പ്രസംഗമായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പ്രസംഗത്തിൽ പറഞ്ഞില്ല എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഒരു സാധ്യതയുമില്ല എന്ന അഭിപ്രായം എനിക്ക് പൊതുവിലില്ല, ഈ കാര്യത്തിലുമില്ല. ഇതിൽ ഞാനിപ്പോൾ ഇവിടെ പ്രകാശം മാഷെല്ലാം ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇൻഫ്രാ പുഷ് എന്നത് BJPയുടെ ഒരു പോളിസിയാണ്. അതിലിപ്പോൾ റെയിൽവേക്ക് 2 ലക്ഷം കോടിയിലധികം ഞാൻ കണക്ക് കൂട്ടി എടുത്തപ്പോൾ 150 ഐറ്റത്തിൽ നിന്ന് 2.5 ലക്ഷം കോടി, 2.25 ലക്ഷം കോടി കണ്ടു. അതേപോലെ തന്നെ ദേശീയ ഹൈവേക്ക് 1.76 ലക്ഷം കോടിയാണ്. മറ്റേ മോർത്തിൻ്റെ മിനിസ്ട്രി ഓഫ് റോഡ്സിൻ്റെ അതിന് ഒരു 1.16 ഉണ്ട്. അപ്പോൾ അതിനൊരു 3 ലക്ഷത്തിന് താഴെയുണ്ട്. അപ്പോൾ ഒരു 5 ലക്ഷം കോടി രൂപ റെയിൽവേക്കും റോഡിനും വേണ്ടി ഇതിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് നമ്മുടെ ആകെ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു 10% വരും, റെയിൽവേ പ്ലസ് റോഡ്സ് ഇൻക്ലൂഡിങ് ഹൈവേ. അപ്പോൾ ഇതിനകത്ത് കേരളത്തിന് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ കേന്ദ്രം 1-2 വർഷമായിട്ട് പലിശയില്ലാത്ത ഒരു ഇൻഫ്രാ ലോൺ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ കേന്ദ്രം ഓരോ സ്റ്റേറ്റുകളും എത്ര എടുത്തുവെന്ന് ഈ ബജറ്റ് പ്രസംഗം, ഞങ്ങൾ ഇൻസൈഡേഴ്സ് അല്ല ഔട്ട്സൈഡേഴ്സാണ്, പറഞ്ഞിട്ടില്ല. എത്ര എടുക്കാൻ ശ്രമിച്ചു എന്ന് കേരളവും പറഞ്ഞിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു ദീർഘകാല 50 വർഷക്കാലത്തേക്കുള്ള പലിശയില്ലാത്ത ഒരു ലോൺ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ എടുക്കാൻ ചെന്നപ്പോൾ കിട്ടിയില്ല എന്ന് കേരളം ഇതുവരെ പറഞ്ഞിട്ടായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേൾക്കാത്തതുകൊണ്ടായിരിക്കാം, കേരളത്തിൻ്റെ പ്രതിനിധികൾക്കത് പറയാവുന്നതാണ്. അതേപോലെ തന്നെ ഞാനിതിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ പ്ലാൻ എന്ന് പറഞ്ഞൊരു കാര്യം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നരേന്ദ്രമോദി വന്നപ്പോൾ തന്നെ എടുത്തു കളഞ്ഞു. അതാണിപ്പോൾ കിടന്നിട്ടുള്ള വലിയ കുഴമറച്ചിൽ. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ കൃത്യമായിട്ട് ഓരോ സ്റ്റേറ്റിലെയും പ്ലാനുകൾ കൊണ്ടുവന്ന് പ്ലാൻ ഡിസ്കഷൻ നടത്തി അവർക്ക് പൈസ കൊടുക്കുക, എക്സ്ട്രാ പൈസ കൊടുക്കുകയും ചെയ്യുന്ന അതിമനോഹരമായ ഒരു സ്ട്രക്ചർ ഡൽഹിയിലുണ്ടായിരുന്നു. അതിനെ മുഴുവൻ ഒരു കുപ്പി ഗ്ലാസ് പൊട്ടിക്കുന്ന പോലെ നരേന്ദ്രമോദി പൊട്ടിച്ചു കളഞ്ഞു. ഇവിടെ നമുക്കൊരു പ്ലാനുണ്ട്. പക്ഷേ ഇവിടെ ഈ പ്ലാന്, ഇവിടുത്തെ പ്ലാനിങ് ബോർഡ് എന്നുള്ള എനിക്ക് പറയല്ല, മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ചുമതലക്കാരൻ. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പോകേണ്ട ഗതികേടാണ്. അത് പണ്ടാണ് ഈ പ്ലാനിങ് കമ്മീഷനിൽ പോയാൽ മതി. അപ്പോൾ ഓരോരോ അതിനുവേണ്ടി ഇപ്പോൾ ഇവിടെ തോമസ് മാഷയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി നമുക്ക് അനുയോജ്യമായിട്ടുള്ള പദ്ധതികൾ കാർവ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ എന്തുമാത്രം ശ്രമം നടത്തി എന്നത് ഗവൺമെന്റ് ഓഫ് കേരളവും പരിശോധിക്കേണ്ടതാണ്. 30 സെക്കൻഡ് ഒന്ന് ചുരുക്കാമെങ്കിൽ സി പി ജോൺ, സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ ബജറ്റ്, നിർമ്മല സീതാരാമൻ്റെ ബജറ്റ് പ്രസംഗം, അതൊരു പൊളിറ്റിക്കൽ പാംഫ്ലെറ്റാണ്, അതൊരു പാംഫ്ലെറ്റീറിങ് ആണ്, അതൊരു ലഘുലേഖ സൂത്രപ്പണിയാണ്. അതിനുവേണ്ടിയാണ് ബീഹാർ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അവരുടെ കഷ്ടകാലത്ത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അവർക്ക് ഭൂരിപക്ഷം ഇല്ല.
പക്ഷെ കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ ഇപ്പം മുണ്ടക്കൈക്ക് മാത്രമല്ല, ഈ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലൊക്കെ നടക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഒരു പോളിസി സ്റ്റേറ്റ്മെൻ്റ് എന്ന രീതിയിൽ ബജറ്റ് പ്രസംഗത്തിൽ പറയേണ്ട നവീനമായ പ്രശ്നങ്ങൾ, പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, വനം വന്യജീവി പ്രശ്നങ്ങൾ, കൊടുംമഴയുടെ പ്രശ്നങ്ങൾ, ക്ലൗഡ് ബേഴ്സ്റ്റ്, കടലാക്രമണം, എന്തിന് കാലാവസ്ഥാ വ്യതിയാനത്തിന് വേണ്ടി പഠനത്തിന് വേണ്ടി 4,500 രൂപ ഫോർകാസ്റ്റിംഗ് സംവിധാനത്തിന് വേണ്ടി തന്നെ കേരളം ആവശ്യപ്പെട്ടു. 4,500 കോടി, അതിലും ഒന്നും കനിഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, അതാ ഞാൻ പറഞ്ഞത്. നോക്കൂ, അത് Debate with Dr. Arun Kumar.